ആരവമുയർന്നു തുടങ്ങി. അവിടെ വഞ്ചികളുടെ മുകളിൽ, പുരവഞ്ചികളുടെ മുകളിലൊക്കെ ആളുകൾ അങ്ങനെ ആടി കുലുങ്ങി നിൽക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ മേൽപ്പാടവും, രണ്ടാമത്തെ ട്രാക്കിലൂടെ നിരണവും, മൂന്നാമത്തെ ട്രാക്കിലൂടെ നടുഭാഗവും, നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരവും. ആരായിരിക്കും ഇക്കുറി മുത്തമിടുക? നടുഭാഗം തന്നെ പേരെടുക്കാൻ പോകുകയാണോ? വീണ്ടും ഒരു ചരിത്രം കുറിക്കാൻ പോവുകയാണോ? CBL-ലൊക്കെ അവാർഡ് നേടിയ, CBL-ലൊക്കെ ട്രോഫി നേടിയ പ്രഥമ CBL-ലെ ചാമ്പ്യന്മാരായ നടുഭാഗം തന്നെയാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതാ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അറിയാം. ആ ആവേശകരമായ ആ പോരിൻ്റെ ജലപ്പരപ്പിന് തീപിടിപ്പിക്കുന്ന ആ രീതിയിലുള്ള മത്സരത്തിൻ്റെ, ഫൈനൽ മത്സരത്തിൻ്റെ ആ വജോ ചൈതന്യമായി ഞങ്ങളുടെ പ്രിയങ്കരനായ കമൻറ്റേറ്റർ ജോ ജോസഫ് തായങ്കരിയിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. നന്ദി ഹരികുമാർ പാലത്ത്. 71ാമത് നെഹ്റു ട്രോഫി ജലമേള ആർക്ക് എന്ന് വിധി എഴുതുവാൻ ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം. 4 കളിവള്ളങ്ങൾ. ഒന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാമത്തെ ട്രാക്കിൽ നിരണം, മൂന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, നാലാമത്തെ ട്രാക്കിൽ വീയപുരം. പ്രായേണ വിജയ ചരിത്രങ്ങളൊന്നും ഒട്ടു വളരെ അവകാശപ്പെടാനില്ലാത്ത 4 കളിവള്ളങ്ങളാണ് ഇക്കുറി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 2025 നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ മത്സരിക്കുവാൻ യോഗ്യത നേടിയിരിക്കുന്നത്. 4 മിനിറ്റ് 22 സെക്കൻഡ് .123 മില്ലി സെക്കൻഡ് കൊണ്ട് മേൽപ്പാടം യോഗ്യത നേടിയെങ്കിൽ നിരണം വള്ളം 4 മിനിറ്റ് 21.269 സെക്കൻഡ് കൊണ്ടാണ് നിരണം യോഗ്യത നേടിയതെങ്കിൽ നടുഭാഗം 4 മിനിറ്റ് 20.904 സെക്കൻഡ് കൊണ്ടാണ് യോഗ്യത നേടിയിരിക്കുന്നത്. വീയപുരം 4 മിനിറ്റ് 21.816 സെക്കൻഡ് കൊണ്ട് യോഗ്യത നേടിയിരിക്കുന്നു. 4 കളിവള്ളങ്ങൾ. ചരിത്രം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രം അവകാശപ്പെടുവാൻ ഒട്ടുമില്ലാത്ത 4 കളിവള്ളങ്ങൾ. നടുഭാഗത്തിന് മാത്രമാണ് ഒരു നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഈ 4 വള്ളങ്ങളിൽ ഭാഗ്യം സൃഷ്ടിച്ചിട്ടുള്ള നടുഭാഗം. 2019 നെഹ്റു ട്രോഫി വള്ളാത്തുരുത്തി തുഴഞ്ഞ് നടുഭാഗം ചുണ്ടലിൽ ട്രോഫി നേടിയെങ്കിൽ മറ്റ് 4 കളിവള്ളങ്ങൾ, ഈ മറ്റ് 4 കളിവള്ളങ്ങളിൽ 3 കളിവള്ളത്തിനും ഒരിക്കൽ പോലും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. പക്ഷേ വീയപുരം ബീരുവിനെ സൂക്ഷിക്കണം. കാരണം ബിഫി വർഗീസ് പുല്ലുകാടിന്റെ നേതൃത്വത്തിൽ, ബൈജു കുട്ടനാടിന്റെ നേതൃത്വത്തിൽ അവരിവിടെ വരുമ്പോൾ കഴിഞ്ഞ വർഷം 5 മില്ലി സെക്കൻഡിനാണ് അവർ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ വിജയികളായ പള്ളാത്തുരുത്തി വള്ളം, മേൽപ്പാടൻ വള്ളാത്തുരുത്തി ടീം കാരിച്ചാൽ മാറി മേൽപ്പാടൻ ചുണ്ടനിൽ കടന്നു വരുന്നു. അലൻ ആൻഡ് ജെയ്ഡൻ 3 സൈക്കിളിന്റെയും PP മനോജിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ വാശിയേറിയൊരു പോരാട്ടം നടക്കുന്നു. ഇപ്പോഴും ഇതാ നോക്കൂ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. 4 കളിവള്ളങ്ങൾ. മേൽപ്പാടം, നിരണം, നടുഭാഗം KG എബ്രാഹാമിന്റെ നേതൃത്വത്തിൽ നിരണം മുന്നേറുന്നു. അതാ രാഹുൽ പ്രകാശ് അതിന് നേതൃത്വം നൽകുന്നു. നടുഭാഗം ജിൻഡോ ടോമിയുടെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസിന്റെ നേതൃത്വത്തിൽ പുന്നമട ബോട്ട് ക്ലബ്ബുകാർ. പുന്നമട എന്ന് പറയുമ്പോൾ പുന്നമട കായലിന്റെ രോമാഞ്ചമായ പുന്നമടക്കാർ, അവരുടെ സ്വന്തമായ നാട്ടുകാർ കടന്നു വരുന്നു. ഇതാ 1ാം ട്രാക്കിലുള്ള മേൽപ്പാടം തന്നെ അല്പം ലീഡ്. അവർ ചരിത്രം വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല, ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ തയ്യാറല്ല, ചരിത്രത്തിൽ നിന്ന് മാറുവാൻ തയ്യാറല്ല. പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് 2ാമത്തെ ഹാട്രിക്ക്, തുടർച്ചയായ ഹാട്രിക്ക് നേടുവാൻ അവർ ശ്രമിക്കുകയാണ്. മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ അലൻ എയ്ഡന്റെ നേതൃത്വത്തിൽ, PP മനോജിന്റെ നേതൃത്വത്തിൽ, മനോജ് എന്ന വള്ളംകളി ആശാന്റെ നേതൃത്വത്തിൽ അവർ കടന്നു വരുമ്പോൾ പള്ളാത്തുരുത്തി 4ാം ട്രാക്കിലൂടെ വീയപുരം ബിഫി വർഗീസ് പുല്ലുകാടിന്റെ നേതൃത്വത്തിൽ വീയപുരം കടന്നു വരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ തുഴച്ചിൽക്കാർ തുഴയുന്ന വീയപുരം. കഴിഞ്ഞ വർഷത്തെ വിജയികൾ, കഴിഞ്ഞ വർഷത്തെ 2ാം സ്ഥാനത്ത് കൊണ്ട് തൃപ്തിപ്പെട്ട വീയപുരവും മേൽപ്പാടവും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുന്നു. ഏത് കളിവള്ളമാണ്, ഏത് ചുണ്ടനാട് വിജയിക്കുക എന്ന് പറയുവാൻ കഴിയില്ല സുഹൃത്തുക്കളെ. കാരണം ഒരേ രീതിയിൽ തുഴഞ്ഞു വരുന്നു. അല്ല, വീയപുരം. വളരെ മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു. തികച്ചും അഭിമാനം കൊള്ളാവുന്ന ഒരു പോരാട്ടം. വീയപുരവും മേൽപ്പാടവും നിരണവും നടുഭാഗവും തമ്മിൽ മത്സരിച്ചപ്പോൾ 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വന്നപ്പോൾ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഒരു വള്ളപ്പാട് പോലും നമുക്ക് പറയുവാൻ കഴിയില്ല. കാണുക, സ്ക്രീനിൽ കാണുക. മോണിറ്ററിനോട് ഏറ്റവും ചേർന്ന് കാണുന്നത് വീയപുരം, ഏറ്റവും പിന്നിലായി കാണുന്നത് മേൽപ്പാടം, തൊട്ടടുത്ത് നിരണം.